നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇനി താനെന്താ ആലോചിക്കുന്നേ? പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ? ഇല്ല. അനഘയെ കണ്ടുപിടിച്ചതോടുകൂടി എന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞില്ലല്ലോ. പ്രശ്നങ്ങൾക്കിടയ്ക്ക് അത് നമ്മൾ സംസാരിച്ചില്ലെന്നേ ഉള്ളൂ. നാളെ കഴിഞ്ഞ് മറ്റന്നാളാ അനഘയുടെ സന്ദീപിന്റെ വിവാഹം. താനിപ്പോഴും മുടക്കുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണോ? ഇപ്പോഴൊന്നല്ല, എപ്പോഴും ഞാൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത്. ഇന്നത്തെ പോലെ അതിനും സച്ചേട്ടൻ എന്റെ കൂടെ നിൽക്കണം. നമ്മളെല്ലാവർക്കും വാക്കുകൊടുത്തതല്ലേ. തന്റെ മനസ്സിൽ എന്തെങ്കിലും വഴി തെളിയുന്നുണ്ടോ? ആരെ വിഷമിപ്പിക്കാതെ ഇത് മുടക്കാൻ? ഈശ്വരനായിട്ട് കൂട്ടിച്ചേർത്തവരെ മനുഷ്യനായിട്ട് ഒരിക്കലും ധരിക്കാൻ പറ്റില്ല. ആ ഈശ്വരൻ തന്നെ ഒരു വഴി കാണിച്ചു തരും. സന്ദീപും ആതിരയും സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കും. അതിന് ഞാൻ നിമിത്താവുകയും ചെയ്യും. നമ്മളെ സ്നേഹിക്കുന്നവരെ ഒരു തരത്തിലും വിഷമിപ്പിക്കാതെ തന്നെ. കിളി പറന്നു എന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. അർച്ചനയുടെ ആടിയിൽ ശരിക്കും എനിക്കത് മനസ്സിലായി. പിന്നെ കിട്ടിയത് എനിക്കാണെങ്കിലും അത് ചേച്ചിക്കും കൂടെ ഉള്ളതാ. അതെനിക്കറിയാം. അവളുടെ ആ കൈ വീണത് നിന്റെ മേലിലാണെങ്കിലും വേദന എനിക്ക് തന്നെയാ. നിന്റെ ദേഹത്തെ കൈവച്ച് അവളെ കൊന്നു കളയേണ്ടതാ. പക്ഷേ നമ്മൾ ചെയ്തതെല്ലാം അവൾ വിളിച്ചു പറയുന്ന കരുതിയാ. എന്റെ ചേച്ചി, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ ഉദ്ദേശിക്കുന്ന ആളൊന്നും അല്ല അവള്. സകല ഉടായ്പും അവൾക്കറിയാം. അതിനിടയിൽ ചേച്ചിയുടെ അനാവശ്യ തട്ടിക്കൊണ്ടുപോകൽ ബുദ്ധിയും അവൾക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള മണ്ടത്തരങ്ങളും. ഇങ്ങനെ ആണേല് ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. എല്ലാം ചെയ്തിട്ട് എല്ലാവരുടെയും മുന്നിലുള്ള അവളുടെ പെർഫോമൻസ് കണ്ടില്ലേ? ഈ വീട്ടിൽ ഏറ്റവും നന്നായിട്ട് അഭിനയിക്കുന്നത് ചേച്ചിയായിരുന്നു എന്നാ ഇന്നലെ വരെ ഞാൻ കരുതിയത്. പക്ഷെ ചേച്ചിക്കിനി 2ാം സ്ഥാനം കിട്ടൂ. ഈ പോക്കാണെങ്കിൽ സന്ദീപിനെ എനിക്ക് കിട്ടുമെന്ന് ഒരുറപ്പുമില്ല. എന്റെ മുന്നിൽ കൂടി അവൻ ആദരയും കൊണ്ട് പോവുകയും ചെയ്യും. നീ അത് വിട്. ഞാൻ ഫുഡ് ഓർഡർ ചെയ്തത് അവൾ എങ്ങനെയോ അറിഞ്ഞു. ഞാൻ താമസിച്ച ഹോട്ടലിലേക്ക് ചേച്ചി വിളിച്ചപ്പോ ഞാൻ പറഞ്ഞ അതേ ഫുഡുമായിട്ട് അവര് വന്നത്. ഇപ്പൊ ഏകദേശം എല്ലാം മനസ്സിലായില്ലേ? അല്ലെങ്കിലും എവിടെയെങ്കിലും കിടക്കുന്ന വെള്ളം കോരിക്കൊണ്ടുവന്ന് നെല്ലിശ്ശേരി എന്ന ഈ വീടിന്റെ പടിക്കൽ കൊണ്ടുവന്ന് കളവിട്ട് ഉടയ്ക്കുന്ന സ്വഭാവം ചേച്ചിക്ക് ഉള്ളതാ. ഇനിയുള്ള പദ്ധതികൾ വളരെ സൂക്ഷ്മതയോടെ ചെയ്യണം. അതിന് അർച്ചന ആടെ പടലം പൂട്ടണം. നമ്മുടെ കാര്യത്തിൽ അവൾ ഇടപെടരുത്. അതിനിപ്പം എന്താ ഒരു വഴി? വഴി ഞാൻ പറഞ്ഞെന്നാ മതിയോ? നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഇടപെടാതിരിക്കാനുള്ള വഴി ഞാൻ പറഞ്ഞെന്നാ മതിയോന്ന്. അത് വളരെ എളുപ്പമല്ലേ? നിങ്ങള് മര്യാദയ്ക്ക് ജീവിച്ചാൽ മതി. നിങ്ങളെ സംബന്ധിച്ച് അതിത്തിരി പാടുള്ള കാര്യമാണ്. ശ്രമിച്ചു നോക്ക്. ഇനി നിങ്ങൾ ശ്രമിച്ചിട്ട് നടന്നില്ലെങ്കിൽ സാരമില്ല. ഇനി അങ്ങോട്ട് എന്റെ ശ്രമവും അതിനു വേണ്ടി തന്നെയാ. ഡേ, ഇപ്പൊ ഒന്ന് ജയിച്ചൊന്ന് കരുതി നീ കൂടുതൽ ഷോ ഇറക്കല്ലേ. ഇവളുടെ ദേഹത്ത് നീ കൈവച്ചിട്ട് ഇപ്പോഴും നീ 2 കാലിൽ നിൽക്കുന്നത് നിന്റെ ഭാഗ്യം കൊണ്ടാണെന്ന് കരുതിയാ മതി. ആ ഭാഗ്യം എപ്പോഴും നിന്നെ പിന്തുണയ്ക്കുമെന്നും നീ ജയിക്കുമെന്നും കരുതേ വേണ്ട. നമുക്കിടയിൽ എന്ത് ജയവും തോൽവി അവന്തിയെടുത്തി നമ്മൾ 3 പേരും പുറത്തുനിന്ന് ഈ കുടുംബത്തിലേക്ക് വന്നു കയറിയവരാ.
അവകാശം ഒരുപോലെയാണെന്ന് ഞാൻ കരുതിയിട്ടേ ഇല്ല. എന്നും നിങ്ങൾ എന്റെ ഒരുപടി മുകളിലായിരുന്നു. പക്ഷേ നിങ്ങളുടെ ചില പ്രവൃത്തികളും ആലോചനയും എന്നെക്കാളും എത്രയോ താഴെയാണെന്ന് എനിക്കിപ്പോ മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാ അർച്ചനയ്ക്കും അവന്തയ്ക്കും ഈ വീട്ടിൽ ഒരേ അവകാശം വേണോന്ന് ഞാനിപ്പോ വാശി പിടിക്കുന്നത്. ആ വാശി നല്ലതല്ല മോളെ. ആന കുറച്ച് മെലിഞ്ഞൂന്ന് കരുതി തൊഴുത്ത് കെട്ടില്ല ആരും. ഇന്ന് നിന്റെ ഒരു പടി മുകളിൽ തന്നെ അവന്തിക. അതങ്ങനെ തന്നെ നിലനിർത്താൻ എന്ത് ചീപ്പ് കളി കളിക്കുകയും ചെയ്യും. എനിക്കെതിരെ എല്ലാ ചീപ്പ് കളിയും കളിക്കണം. അതെന്തായാലും എങ്ങനെയായാലും സാരമില്ല. നമ്മൾ തമ്മിലുള്ളത് ഈ വീട്ടിൽ ആരും അറിയില്ല, സച്ചിയേട്ടൻ പോലും. കാരണം നിങ്ങളെ മര്യാദ പഠിപ്പിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം ഞാൻ നല്ല ഭംഗിയായിട്ട് ചെയ്യുകയും ചെയ്യും. എന്നെ അറിയുന്നവരെപ്പോഴും എന്നെ പറയുന്ന കുറ്റം ഞാൻ ബോൾഡ് അല്ല എന്നുള്ളതാണ്. ബോൾഡ് ആകുമ്പോൾ ചിലപ്പോഴെങ്കിലും നമ്മുടെ ക്യാരക്ടറിന് വ്യതിയാനം സംഭവിച്ചെന്ന് വരാം. അത് സാരമില്ല. എന്നെ അറിയാവുന്നവർക്കറിയാം ഞാൻ എത്രമാത്രം കരഞ്ഞിട്ടാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തതെന്ന്. ഭഗവാൻ കൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ധർമ്മം ജയിക്കാൻ കുറച്ചൊക്കെ അധർമ്മവും ആകാന്ന്. ഇനി അതിന്റെ വാല് പിടിച്ച അർച്ചന ഓരോന്നും ചെയ്യാൻ പോകുന്നത്. പിന്നെ ഞാനിപ്പോ വന്നത് ഇതൊന്നും പറയാനായിരുന്നില്ല. പെട്ടെന്നുള്ള ദേഷ്യത്തില് ഞാൻ അനക്കയോടൊരു തെറ്റ് ചെയ്തു. അതിനൊരു സോറി പറയാൻ വന്നതാ. അപ്പൊ എന്നെ മുഴുവനായിട്ട് നശിപ്പിക്കാനുള്ള ചർച്ച നടക്കുന്നു. അതുകൊണ്ട് തൽക്കാലം ഞാൻ ആ സോറി പറയുന്നില്ല. അത് പെൻഡിങ്ങിലിരിക്കട്ടെ. നിങ്ങളുടെ വർത്തമാനം കേട്ടിട്ട് അതേ തെറ്റ് വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ നിങ്ങളായിട്ട് തന്നെ അവസരം ഉണ്ടാക്കി തരുന്ന മട്ട. അപ്പോ എല്ലാം കൂടി ചേർത്ത് പിന്നീട് ഒരുമിച്ചൊരു സോറി പറയാം. നീ ഒന്ന് നിന്നേ. നീ പണ്ട് കേട്ട മുത്തശ്ശി കഥയുടെ ഓർമ്മയും കൊണ്ട് എനിക്കെതിരെ ഇറങ്ങല്ലേ. ആയുസ് മുറിയും നിന്റെ. മുത്തശ്ശി ഒരുപാട് കഥകൾ നിനക്ക് പറഞ്ഞു തന്നതാണ്. ഇത് നീ കേട്ട കഥകളേക്കാ വലിയ ലോകമാണ്. മുത്തശ്ശി എനിക്ക് വേറൊരു കഥയും കൂടി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഒരു പെൺകുട്ടി നിസ്സാരമായിട്ടൊരു വിവാഹം മുടക്കുന്ന കഥ. അടുത്തതായി എന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാകാൻ പോകുന്ന കഥ അതാണ്, വിവാഹം മുടക്കുന്ന കഥ. അതുകൊണ്ട് രണ്ടുപേരും ഒന്നുകൂടി ഇരുത്തി ഒന്ന് ആലോചിക്കും, എന്നിട്ടിറങ്ങി പോരുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.